ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചൂടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ എന്തുകൊണ്ട് വിശേഷങ്ങൾ? പലരും ടെൻഷനിലൊക്കെ അല്ലേ നമ്മുടെ ഗൾഫ് രാജ്യത്തെ ഓർത്ത്. നമ്മുടെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, നമ്മൾ അറിയപ്പെടുന്നവർ എത്രയോ പേര് അവിടെ ഉണ്ട്. ഓർത്തിട്ട് വയ്യ. അപ്പോൾ പലരും ടെൻഷനിലായിരിക്കാം. ആർക്കും ഒന്നും ഉണ്ടാവാതെ, ഒന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ല നമുക്ക് കഴിയത്തുള്ളൂ. ഇസ്രായേലിനും ഇറാനും ഒക്കെ ഒരു നല്ല ബുദ്ധി ദൈവം കൊടുക്കട്ടെ. ഓരോ ദിവസവും എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നതല്ലേ. അപ്പോൾ ഇതൊരു വല്ലാത്ത സംഭവമാണ്. പിന്നെന്തുവാ, ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണണേ. നമ്മുടെ ഇവിടെ പച്ചക്കറി, ഇപ്പം പച്ചക്കറിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ട്, ബാംഗ്ലൂരിൽ ഫ്രൂട്ട്സിൻ്റെ അകത്താണോ പച്ചക്കറിക്കകത്താണോ പിന്നെ എലിവിഷം അടിക്കുന്നു. ഇവിടെ മുംബൈയിലും ചെയ്തെന്ന് പറയുന്നു. അപ്പം ഞങ്ങൾക്ക് വെറും തുച്ഛമായ 1-2 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇത് കിട്ടിയപ്പം ഈ ന്യൂസ് ഞാൻ കണ്ടില്ലായിരുന്നു. 1-2 ദിവസമായ വീഡിയോ ഇത് കേട്ടോ. അപ്പം ഞാൻ റേച്ചാടുത്ത് പറഞ്ഞ്, ഇന്ന് ഞാൻ പറഞ്ഞു, റേച്ചാ ചിലപ്പോൾ വിഷം അടിച്ചതാണ് നമുക്ക് ഇങ്ങനെ തന്നത് ഇത്ര വില കുറച്ച്. അയാളത് പറഞ്ഞു, നീ ഒന്നും മിണ്ടായിരിക്കണേ, എന്തെങ്കിലും എടുത്തു. ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെന്താ, ഇപ്പം ഇവിടെ നാളെ ഹോളിയാണ്. അപ്പം വൈകിട്ടേ ഇവിടെ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടേ അവിടെ ഭയങ്കര ബഹളവും ഈ കൊട്ടലൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ നോക്കിയോണ്ടേ സാധാരണ ഇത്ര പെട്ടെന്ന് തീ കത്തിക്കത്തില്ല. തീ ഇങ്ങനെ കച്ചിത്തുറു പോലെ കെട്ടിയിട്ടേ, പഴയ സാധനങ്ങളും ഇങ്ങനെ എല്ലാം കെട്ടി ഇങ്ങനെ വലിയ തുറു പോലെ ആക്കിയിട്ട് അതിൽ തീ കത്തിച്ചേക്കും. ഇപ്പം ഇതിൽ ഇച്ചിരി ആഡ് ചെയ്തിട്ടുണ്ടേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. രാവിലെ ചായയൊക്കെ റെഡിയായി. അങ്ങനെ ചായയൊക്കെ കൊടുത്തു. അപ്പം പ്രൈസം മോന് കോഫി ഉണ്ടാക്കാനായിട്ട് കോഫി പൗഡർ നോക്കിയാണ്. കോഫി പൗഡർ തീർന്നു. പിന്നെ അതൊന്ന് ഡപ്പയിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ 3-4 ദിവസം അടുപ്പിച്ച് പോൾമോന് മാത്രം ടിഫിൻ കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പം വീട്ടിലാണെങ്കിലും ഇത് ഇവർക്ക് പ്രൈസം മോന് ആണെങ്കിലും, അല്ല പോൾമോനല്ലേ ടിഫിൻ കൊണ്ടുപോയിട്ട്, പ്രൈസം മോനൊക്കെ ആണെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ബ്രെഡ്. അപ്പോൾ എനിക്കും ഈസി പരിപാടിയാണ് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷേ കഴിക്കാൻ ടേസ്റ്റായിട്ട് ഇതെനിക്കും ഇഷ്ടമാണ്. സാധാരണ എനിക്ക് ചിലതൊന്നും അങ്ങനെ ബ്രെഡിൽ ഇഷ്ടപ്പെടുന്നതല്ല. അപ്പം ഞാനൊന്ന് ഇന്നലെ ഇതായിരുന്നു. പൂർമ്മം പറഞ്ഞ്, ഇത് നല്ല മമ്മി, ഇതങ്ങ് തന്നാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നാൽ ഇന്നലെ ഞാൻ ടെൻഷൻ എടുക്കുന്നത് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഇതിക്ക് ഇന്നലത്തെ വീഡിയോ തന്നെ ആയിരിക്കും ഇന്നെന്ന്. പക്ഷേ പാൻ നോക്കിയാൽ മതി, പാൻ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ഈ തവ എടുത്തിരുന്നത് ഞാൻ കുറച്ച് പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇച്ചിരി ടൊമാറ്റോയും സവാള ഇട്ടിട്ട് ഇച്ചിരി മുട്ടയുടെ ലിക്വിഡ് ഒഴിച്ചിട്ട് ഇച്ചിരിയും കൂടെ ഒന്ന് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇടട്ടെ. മുട്ട എത്ര ഒഴിക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. ഞാനിപ്പം കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അന്നേരം ഇന്നലെ എനിക്ക് വാട്സപ്പിൽ എൻ്റെ ഒരു വീഡിയോ കാണുന്ന സബ്സ്ക്രൈബറാണ്, പിന്നെ നാട്ടിൽ നിന്നാണ്, എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, ചേച്ചി എനിക്ക് പറഞ്ഞു തരുമോ? ഞാൻ പറഞ്ഞാൽ ചോദിച്ചാട്ടെന്താ. അപ്പോൾ ഈ അച്ചാറിനെ പറ്റി, അന്നേരം അതിനും അച്ചാർ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ചേച്ചി എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനെല്ലാം പറഞ്ഞു കൊടുത്ത്, ഞാൻ പറഞ്ഞ് വിലയുടെ കാര്യം എൻ്റെ വില ഇടണ്ട. ഇപ്പം ഇപ്പം ഞാൻ ഇപ്പം നാട്ടിൽ ചെയ്യുന്നവരുടെയും ഇവിടെ ബോംബെ ചെയ്യുന്നവരുടെ ആയിട്ടൊക്കെ എക്സ്പെൻസീവിൽ വ്യത്യാസം വരും. എനിക്കാണെന്ന് പറയുന്നത് കരിയാപ്പല വരെ പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഇപ്പം നാട്ടിലാണെങ്കിൽ ചിലപ്പം കൃഷിയുള്ളവർക്കാണെങ്കിൽ വീട്ടിൽ ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ വീട്ടിൽ തന്നെ കാണുമല്ലേ. അപ്പോൾ എനിക്കാകുമ്പോൾ ഇതെല്ലാം വാങ്ങിക്കുമ്പോൾ ഞാൻ എൻ്റെ ചിലവാകുന്ന ഇതും വെച്ച് എൻ്റെ ഒരു ലേബർ ചാർജും വെച്ചാണ് ഞാൻ ഇതിൻ്റെ ബില്ലെടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നിനക്കെത്ര ചിലവാകുന്നതെന്ന് വെച്ചാൽ നീ അതനുസരിച്ച് എൻ്റെ വില നീ എടുക്കാൻ നിൽക്കണ്ട. നിനക്ക് എത്ര രൂപ ചിലവാകുന്നോ അതിൽ നിനക്ക് എത്ര ലാഭം വേണം അതനുസരിച്ച്
നീ ഇടാൻ പറഞ്ഞു. അപ്പം നമ്മളിപ്പം വേറൊരാളുടെ റേറ്റ് നോക്കി ഇടാൻ ഒക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് ഒരാളിപ്പം അച്ചാർ തുടങ്ങിയിട്ടുണ്ട് ബിസിനസ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇന്നലെ കാണിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം നോൺ വെജിൻ്റെ ഞാൻ നോക്കിയോണ്ടേ എൻ്റെ വില ഞാനിടുന്ന ഇപ്പം ഞാൻ കൊടുക്കുന്ന പോലുള്ള വിലയൊക്കെയാണ്. പക്ഷേ വെജിന് നല്ല വിലയുണ്ട്. പക്ഷേ അവർക്ക് നല്ലതായിട്ട് ബിസിനസ് നടക്കുന്നുണ്ട്. ഇതിപ്പം ഓരോരുത്തർക്കും അവർ ചേർക്കുന്നതിൻ്റെയൊക്കെ ഇതനുസരിച്ചായിരിക്കാം അവരത്ര എടുത്തത്. അതുപോലെ മറ്റുള്ളവരുടെ നമ്മൾ നോക്കി നമ്മൾ റേറ്റ് ഇടാൻ നോക്കരുത്. ഞാനും നെല്ലിക്കയും ഈന്തപ്പഴം കൂടെ ഇടുന്നുണ്ട്. ഇപ്പം ഈന്തപ്പഴത്തിനൊക്കെ ഇച്ചിരി വിലയുണ്ട്. ഞാൻ നേരത്തെ വാങ്ങിച്ചതിനേക്കായൊക്കെ ഈന്തപ്പഴത്തിന് വിലയാണ്. അപ്പോൾ അതനുസരിച്ചാണ് ഞാനും റേറ്റ് ഇട്ടേക്കുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാം ഞാനിപ്പം ഇടുന്നതിനേക്കാൾ കൂടുതലാണ് ഞാനതിൽ കണ്ടത്. അപ്പോൾ എല്ലാവരും അവർ ചിലപ്പോൾ ഇടുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ അനുസരിച്ചായിരിക്കും അവരെ റേറ്റ് ഇട്ടത്. നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. നമ്മളിപ്പം ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാസ് ആണെങ്കിൽ ഗ്യാസിൻ്റെ എല്ലാത്തിൻ്റെ ഉപയോഗിക്കുന്ന എല്ലാം, അപ്പോൾ അതെല്ലാം അനുസരിച്ചാണ് നമ്മൾ ബോട്ടിലിനാന്നേലും ബോട്ടിലിൻ്റെ വില അതനുസരിച്ച് ഒരു തുച്ഛമായ ലാഭം നമ്മൾ നോക്കണം. നമ്മൾ ഈ ഓരോ കിലോ ആയിട്ടൊക്കെ ഇടുവാണെങ്കിൽ 1-2 കിലോ ആയിട്ടൊക്കെ ഇടുവാണെങ്കിൽ നമുക്കൊരു ലാഭവും അതിൽ കിട്ടത്തില്ല. അതേസമയം ഒരു 5-6 കിലോയൊക്കെ നമ്മൾ ഇട്ടിട്ട് അത് വിറ്റ് പോവുകയാണെങ്കിൽ നമുക്കതിൽ ലാഭം കിട്ടും. നമ്മൾ 1 കിലോ ഇടുന്നതും ഇച്ചിരി കൂട്ടി ഇടുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കാബേജ് അരിഞ്ഞായിരുന്നു. കാബേജ് തോരനോട് വെക്കുന്നുണ്ട്. ഇനിയുമാണ് നിങ്ങൾ കേട്ടോണം കേട്ടോ ഇവിടുത്തെ എൻ്റെ പച്ചക്കറികൾ കിട്ടിയ പച്ചക്കറി 1 രൂപയ്ക്കും 2 രൂപയ്ക്കും കിട്ടിയ പച്ചക്കറികളുടെ വില വിവരങ്ങൾ കാണുക കേട്ടോ. ഹായ്. അന്നേരേ നമ്മുടെ മുംബൈയിലൊക്കെ നമുക്ക് ഇങ്ങനെയും ചില ഉപകാരങ്ങളുണ്ട് ചില സമയങ്ങളിൽ. അതായത് ഞാൻ ഇന്നലെ ഞങ്ങൾ അർജൻറ്റ് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ജിയോ മാർട്ടിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് എൻ്റെ ഇതിൻ്റെ അകത്ത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തതുകൊണ്ട് ഹസ്ബൻഡാണ് ഞാൻ വാട്സപ്പിൽ എന്തൊക്കെയാണ് വേണ്ടിയെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ജിയോ മാർട്ടിൽ നമ്മൾ വിളിച്ച് പറയുവാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് കൊണ്ടുവരും. അല്ല നമ്മൾ കടയിൽ വിളിച്ച് പറയുവാണെങ്കിലും എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ അവർ പിന്നെ വൈകിട്ടേ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുറച്ച് സാധനം വേണം. അപ്പം സാധനം വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം അറിഞ്ഞത്. അപ്പം ജിയോ മാർട്ടിൽ ഞാൻ വന്ന ഉടനെ കുറച്ച് ക്യാരറ്റ് എല്ലാം ഇച്ചിരിച്ച് ഞാൻ തന്നെ ചിന്തിക്കും ചെയ്തേ ഇങ്ങനെ എന്തിനാ ഈ റേച്ചാണ് വാങ്ങിച്ചത്. ഇച്ചിരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും 1/4 കിലോ വെച്ച് 3 ക്യാരറ്റ് ഉണ്ട്. അതുപോലെ ബീൻസും 1/4 കിലോ. അങ്ങനെ ഞാൻ ചിന്തിക്കും ചെയ്തേ വാങ്ങിക്കുവാണെങ്കിൽ ഒരു 1/2 കിലോ എങ്ങനെ വാങ്ങിച്ചുകൂടെ. ഞാൻ പറയാതെ പച്ചക്കറി ഇരിപ്പുണ്ട് താനും പിന്നെ എന്തിനാ വാങ്ങിച്ചതെന്ന് ചിന്തിച്ചു. അപ്പോൾ ഇന്നലെ രാത്രി വന്നപ്പോഴല്ലേ അറിഞ്ഞത്. ഞാൻ വെച്ചാൽ ഇങ്ങനെ എന്തിനാ വാങ്ങിച്ചത് ഇച്ചിരിച്ച് വാങ്ങിക്കുവാണെങ്കിൽ അങ്ങ് വാങ്ങിച്ചാൽ പോരാടെന്ന് ചോദിച്ചു. അപ്പോൾ എന്തോ ജിയോ മാർട്ടിൽ സാധനം ഇല്ലാഞ്ഞ് ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് റേച്ച വാങ്ങിച്ചത്. അപ്പോൾ വാങ്ങിച്ചോണ്ടേ എൻ്റെ അടുത്ത് പറഞ്ഞ് തീരെ വിലക്കുറവായിരുന്നു പച്ചക്കറികൾക്കത്. ഞാൻ പറഞ്ഞു എത്ര രൂപയാണ്. ഞാനും ഒന്ന് അതിശയപ്പെട്ടു പോയി. അവിടെ നമ്മൾ ഒത്തിരി നാളായി ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് വാങ്ങിച്ച്. ഒത്തിരി നാളിന് ശേഷം വീണ്ടും വാങ്ങിച്ചോണ്ടേ 99 റുപ്പീസ് 100 രൂപയ്ക്കകത്ത് സാധനം വാങ്ങിച്ചോണ്ടേ 1/4 കിലോ ക്യാരറ്റ് 2 രൂപ. ഞാൻ എഴുതി വെച്ചേക്കും കേട്ടോ മറക്കാതെ. ബീൻസ് 1/4 കിലോ 1 രൂപ. നിങ്ങൾ അന്തം വിടും. ഇത് കുക്കുംബറിന് 4 രൂപ 48 പൈസ. ഇതൊക്കെ ഒറിജിനൽ റേറ്റ് നല്ല വിലയാണ് കേട്ടോ. പൊട്ടറ്റോ 1 കിലോ ഉണ്ട് കേട്ടോ. പൊട്ടറ്റോയ്ക്ക് എത്ര രൂപയായിരുന്നു? 5 രൂപ. ഇപ്പോൾ പൊട്ടറ്റോ കിലോ 40 രൂപ 35 രൂപയും കണ്ട. പിന്നെ ഒരു കാബേജിന് 3 രൂപ. ആരെയും വിശ്വസിക്കുമോ? ഇങ്ങനെ തന്നാൽ അവർക്ക് എങ്ങനെയാ ഇത് ലാഭം വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും രൂപ എത്ര രൂപയുടെ സാധനം ഇത്. ബീൻസിനാണെങ്കിൽ 1/2 കിലോ 20 10 രൂപയായിരിക്കും. 1/4 കിലോ 10 ആണ്. ക്യാരറ്റും അതുപോലെ 10 നോട്ട്. കുക്കുംബർ നല്ല ഇപ്പോൾ ചൂടായതുകൊണ്ട് കുക്കുംബറിന് നല്ല വിലയാണ്. പൊട്ടറ്റോ 35 രൂപയാണെങ്കിലും ഇത് കാബേജ് ആണെങ്കിലും ഇത്രയും ഒരു വലിയ കാബേജിന് 20 രൂപ 30 രൂപ കൊടുക്കണം. എന്തുവാണെങ്കിലും 99 റുപ്പീസിൻ്റെ സാധനം വാങ്ങിച്ചുകൊണ്ടേ നമുക്ക് ഇത്രയും സാധനം കിട്ടി. ചില സമയത്ത് ഇങ്ങനെ വേറെ ജിയോ മാർട്ടിലാണെങ്കിൽ നമുക്ക് 5 രൂപയുടെ 5 രൂപയ്ക്ക് 1 കിലോ സവാള കിട്ടും. ഇവിടെയും ചില സമയത്ത് അത് സെപ്റ്റോയില്ല. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 1/4 കിലോ എങ്ങാനുള്ള സവാളയൊക്കെ കിട്ടും. അങ്ങനെ ഫ്രീയിൽ നമുക്ക് കിട്ടും.
എന്ത് പറഞ്ഞാലും ഇങ്ങനെയുള്ള ചില ഗുണങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക്. നാട്ടിലൊന്നും ഇങ്ങനെയുള്ള സ്കീമൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1 രൂപയ്ക്കൊക്കെ ഇപ്പോൾ എന്തോ വിലയുണ്ട്. 1 രൂപ, 2 രൂപ, 3 രൂപ എന്നൊക്കെ, 5 രൂപ എന്നൊക്കെ വെച്ചാൽ ഭിക്ഷക്കാർ പോലും 5 രൂപയോ 10 രൂപ കൊടുത്താൽ ഇപ്പോൾ വാങ്ങിക്കത്തില്ല. എന്തുവന്നാലും എനിക്ക് തോരൻ വെക്കാൻ പൊട്ടറ്റോ ആണെങ്കിൽ നല്ല പൊട്ടറ്റോയും വലിയ ഒരെണ്ണം വലിയ നല്ല പൊട്ടറ്റോ, ഒരഴുക്കും ഇല്ല ഇതിൽ. കാബേജ് നല്ല വലിപ്പമുള്ള കാബേജ് ഇങ്ങനെ ഈ ഇലയൊക്കെ വെച്ച് കളയണം. ഇപ്പം ഞാൻ ആ ഇട്ട ക്ലിപ്പ് വേറെ ദിവസത്തെ കേട്ടോ, ഇന്ന് ദിവസം കാണിക്കുന്നതല്ല. ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് ആഡ് ചെയ്തതന്നേ ഉള്ളൂ. അപ്പം ഞാനിന്ന് കറി വെക്കുന്നത് കുറച്ച് പാലക്ക് വാങ്ങിച്ചായിരുന്നു. പാലക്കും ഇത് ഞാൻ മസൂർ ഡാളും ഇടുന്നുണ്ട്, അല്ലാതെ തൂറ ഡാളും ഇടുന്നുണ്ടേ. അപ്പം എന്നോട് ജുവേൽ പറഞ്ഞായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കണേന്ന്. ഞാനപ്പോൾ ഇച്ചിരി പാലക്കല മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത്തിരി സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. ഞാനത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എല്ലാം കൂടെ, ആ മസൂർ ഡാൽ ഇത്തിരി നേരത്തെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതങ്ങ് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു നേരത്തേത്. അത് ഇനി വെച്ചിരുന്ന് എന്തോ ചെയ്യാനാണെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്തങ്ങ് ഇതിൻ്റെ അകത്ത് ഇട്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ തുമരപ്പരിപ്പ് മാത്രമേ ഇടത്തുള്ളൂ. ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് അതൊന്ന് ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കിതിൽ അരപ്പ് ചേർക്കാം. ഞാൻ അരപ്പിന് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് ചേർക്കുന്നത്. അതുകൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്തതിന് പിന്നെ ഒന്ന് തിളച്ചിട്ട് പിന്നെ കടുക് വറക്കാം. നല്ലൊരു കറിയായി പാലക്കൊക്കെ വയറിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ പാലക്ക് കറി കൊടുത്താൽ, പാലക്കും കൊണ്ടുള്ള തോരനോ കറിയോ കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഇതിപ്പം തിളച്ചിട്ടുണ്ടേ. റേച്ചാന് കറിയേക്കാൾ ഇഷ്ടം തോരനാണെങ്കിൽ 2 പിടി ഉണ്ടായിരുന്നു എങ്കിലും തോരനൊക്കെ ഇതങ്ങില്ല, ചീര പോലെ അങ്ങ് അവിഞ്ഞു പോകും. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഇത്രയും എടുത്താൽ ഇച്ചണിച്ച 2 സ്പൂൺ പോലും എടുക്കാനില്ല തോരൻ വെച്ചാൽ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് കറിയാക്കിയത്. കറി ഇവിടെ ഈ പിള്ളേർക്ക് ഇങ്ങനെ ഈ കറിയൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങ് കറിയാക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ പിന്നെ ഇതിന് കടുക് വറുക്കാൻ നേരം ഇച്ചിരി, ഞാനങ്ങനെ വറ്റൽമുളക് വാങ്ങിക്കുന്നതല്ല, ഒരു പ്രാവശ്യം എന്നാൽ ഇച്ചിരി കടുക് വറുക്കാൻ നേരം വറ്റൽമുളക് ഇടുന്നത് നല്ലതാണ്. എനിക്ക് ആ വറ്റൽമുളക് എടുത്ത് തിന്നെ കടുക് വറുത്തിട്ടേ അതൊന്ന് അങ്ങ് നല്ല മുരിഞ്ഞിരുന്നിട്ട് കറിക്കകത്തൊന്നും എടുത്ത് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതിൽ ഞാൻ വറ്റൽമുളക് ഇട്ടു എങ്കിലും ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് തീ കുറച്ചിട്ട് നന്നായിട്ട് ആ മുളക് പൊടി ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിലൊഴിക്കുമ്പോൾ നന്നായിട്ട് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കും. എനിക്ക് പെട്ടെന്ന് ജോലികൾ തീർക്കണം. എനിക്ക് ഇച്ചിരി മീനച്ചാർ ഇടാനുണ്ട്. അന്നേരം ഉണക്കമീൻ തിന്നാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉണക്കമീൻ ചുട്ട് തിന്നാനായിട്ടൊരു കൊതി. നമുക്ക് വിറകടുപ്പില്ലല്ലേ, വിറകടുപ്പില്ലെങ്കിലും നമുക്കൊന്ന് ചുട്ട് തിന്നാന്ന് പറഞ്ഞ് റേച്ച നേരെ പണ്ട് വാങ്ങിച്ചതാണ് ഇതുപോലൊരു സ്റ്റാൻഡ്. അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഗ്യാസ് ഓണാക്കി, എത്രയ്ക്കാന്നേലും ഇച്ചിരി ആ ഗ്യാസിൻ്റെ ഇത് മീനി പിടിക്കും. നമുക്കത് നല്ലതല്ലാന്ന് നമുക്കറിയാം. പിന്നെ ഇതിനേക്കായി വിഷങ്ങളല്ലേ നമ്മുടെ വയറ്റിൽ ചെല്ലുന്നത്. പിന്നെ ഇച്ചിരി ഉടക്കാൻ എന്തുവന്നാലും അതിൻ്റെ തൊലി നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി നമ്മൾ ചുരണ്ടിക്കളയുമല്ലേ, അപ്പോൾ അത്രയും അകത്തോട്ട് പിടിക്കത്തില്ലെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പം ഞാൻ തീ കൂട്ടിയും കുറച്ചുമൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് അതിനെ ചുട്ടെടുത്തായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് അത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല. വിറകടുപ്പില്ലെങ്കിലും കൊതി വന്നാൽ ഇങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ മീൻ ചുട്ടുകൊണ്ടിരുന്നെ നമ്മുടെ അവിടെ താഴെ ഭയങ്കര കേൾക്കുന്നത് നോക്കിയാണെങ്കിൽ എന്തുവാ ഇത് 10-ാം നമ്പറിലെ തേങ്ങയുടെ ഓലയും തേങ്ങയുടെയും പോട്ടെ തെങ്ങിൻ്റെ ഓലയും തേങ്ങയൊക്കെ ഇടുക. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണ്. പുള്ളിക്കാരൻ കയറി നിൽക്കുന്ന കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പേടിയാവുന്നു. ഇതില്ല കാലയിലാണെങ്കിൽ ഇങ്ങനെ കാലയ്ക്കാണെങ്കിൽ അതിലൊന്നും എടുത്തങ്ങ് ചവിട്ടുക. പിന്നെ ഈ കട്ട് ചെയ്തിട്ടേ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾ വന്ന് വെട്ടുക. അപ്പം മീനച്ചാറാണ് ഇടുന്നത്. എല്ലാം കഴിഞ്ഞിട്ടൊരു 5 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ അച്ചാറിടാൻ തുടങ്ങിയത്. കുറച്ചേ ഉള്ളായിരുന്നു, അത് ഓർഡറുമായി തീർന്നു. ഇനിയിപ്പോൾ അടുത്തത് എനിക്ക് കിട്ടുവാണെങ്കിൽ കേരമീൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. വീണ്ടും കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട്.
ഇതിപ്പോൾ അർജൻറ്റ് ഉള്ളവർക്ക് അങ്ങ് കൊടുത്ത് തീർത്തു. ഇപ്പം ഞാൻ കുറച്ച് വറുത്ത് കോരി ബാക്കി ഇങ്ങനെ വറുത്തോണ്ടിരിക്കുക. നാളെ ഹോളിയല്ലേ, അപ്പോൾ ഈ രാത്രിയിൽ അവരുടെ പൂജയൊക്കെ കഴിഞ്ഞു. ഇത് മൊത്തം ഈ പൊട്ടുന്നത് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിലും തേങ്ങയാണ് എറിഞ്ഞ് അങ്ങോട്ട് എറിയുന്നത്. അവരുടെ ഓരോരുത്തരും അന്ന് ഓരോന്നൊക്കെ ചെയ്ത് ഇപ്പം അത് കച്ചിത്തുറു പോലെ ഇതൊക്കെ കെട്ടിയേക്കുമായിരുന്നു. എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. അതിപ്പം കത്തിച്ച്. ഇനി ഇപ്പം ഭയങ്കര ചൂടായിരിക്കും. ഈ അന്തരീക്ഷം മൊത്തം ആ ചൂടല്ലേ. ഇതിനി നേരം വെളുക്കുന്നിടം വരെ നമ്മൾ ഇങ്ങനെ പട്ടോന്ന് ആ തേങ്ങകൾ ഇങ്ങനെ അതിൻ്റെ അകത്തോട്ട് എറിയുന്നുണ്ടല്ലേ, അത് കിടന്ന് പൊട്ടും. ഭയങ്കര സൗണ്ടാണ്, ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. രാവിലെ കഴിഞ്ഞാലും ഇങ്ങനെ തീപ്പൊരി ഇങ്ങനെ കിടക്കും. അതിൻ്റെ ഇച്ചിരി തീ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.